ഹലോ, എല്ലാവർക്കും ട്രേഡിംഗ് ഇൻസ്പയർ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത് നല്ലൊരു അവസരങ്ങളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു എന്ന് പറയാം. മാർക്കറ്റ് ഹൈ ആൻഡ് ലോ എടുത്തിട്ട് നല്ലൊരു മുകളിലോട്ടും താഴോട്ടും വോളാറ്റിലിറ്റി ഉണ്ടായിരുന്ന നല്ലൊരു മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഓപ്ഷൻസ് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം മാർക്കറ്റ് മുകളിലോട്ടൊരു കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് ഓപ്പണിങ്ങിൽ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കേട്ടോ നല്ലൊരു കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാം എന്ന് വിചാരിക്കാം. കാരണം ചെറുതായിട്ട് FIIs അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഒരു സാധ്യതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. നിഫ്റ്റിയിലും സെൻസെക്സിലും നിഫ്റ്റി ഇന്ന് ഒരു 30 പോയിൻ്റാണ് അപ്പുള്ളതെങ്കിലും നമ്മൾ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് നന്നായിട്ട് ഓപ്പണിങ് തുടങ്ങിയത്. നിഫ്റ്റി ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണിൽ തുടങ്ങിയിട്ട് ഏതാണ്ട് ഈ ഒരു സമയത്ത് 180-200 പോയിൻ്റ് വരെ ഡൗണ് തന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് മുകളിലോട്ടൊരു മൂവിങ് ഉണ്ടായത്. ഏതായാലും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ട്രെൻഡിനനുസരിച്ച് ട്രേഡ് എടുത്തോലെയും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ട്രേഡ് എടുത്തത് ഇവിടെ വെച്ചിട്ട് ഈ ഒരു മൂവ്മെൻറ്റിൽ ഇവിടെ നിന്നാണ് ഞാനൊരു ട്രേഡ് എടുത്തു. ഒരു PE ബൈ ചെയ്തു. ഏതാണ്ട് ഇവിടെ എത്തിയപ്പോൾ എക്സിറ്റ് അടിച്ചു. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. അതിനുശേഷം പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സെൻസെക്സിലും ഏതാണ്ട് ഇതേ അവസ്ഥകളൊക്കെ തന്നെയാണ്. പിന്നെ മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ FIIs തിരിച്ചു വരുന്നു എന്നുള്ളൊരു സൂചന ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓയിൽ ആൻഡ് റിഫൈനറി സെക്ടറിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് കാണുന്നുണ്ട് ഇന്നൊക്കെ. അപ്പോൾ അത് മാർക്കറ്റിൻ്റെ ഒരു തിരിച്ച് സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് IT, സോഫ്റ്റ്വെയർ എല്ലാം ഏതാണ്ട് ഒരു ആവറേജ് ലെവലാണ് പുലർത്തിയെങ്കിലും ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ റിഫൈനറീസ് മേഖലകളിലൊക്കെ നല്ലൊരു നിങ്ങൾ കാണാം എല്ലാ കമ്പനികളും ഏതാണ്ട് നല്ലൊരു മൂവിങ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു തിരിച്ചുവരവാണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും ഇതൊരു തിരിച്ചുവരവായിട്ട് കണക്ക് കൂട്ടി നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് ഈ ആഴ്ച തന്നെ മാർക്കറ്റ് മുകളിലോട്ട് നല്ലൊരു മൂവിങ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും പ്രശ്നമില്ല. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അപ്പോൾ എങ്കിലും അവരുടെ ഓർമ്മയിലേക്ക് CEO ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരിലേക്കൊക്കെ നമുക്കൊരു പുതിയ അറിവായിരിക്കും. ഏതായാലും എന്താണ് മാർക്കറ്റിൽ ഇന്ന് സംഭവിച്ചത് നമ്മൾ കണ്ടു. ഇനിയും നമുക്ക് നാളെ എങ്ങനെയാണ് മാർക്കറ്റിൽ ട്രേഡ് എടുക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞ ലെവലായിരുന്നു 22,800 ആയിരുന്നു. 22,800 ഭേദിച്ചുകൊണ്ട് മാർക്കറ്റ് 50 പോയിൻറ്റോളം താഴോട്ട് പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 22,800 നിന്ന് വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഒരു അപ്പ് എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതിന് മുമ്പേ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മേഖലയിൽ നിന്ന് ഏതാണ്ട് 22,800 മേഖലയിൽ നിന്ന് മാർക്കറ്റ് നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തരാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് മാർക്കറ്റ് നല്ലൊരു ഡൗൺ ഇതാണ് തന്നത്. ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് തന്നത്. അപ്പം അത് നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചു. ഏതായാലും നമുക്ക് എന്താണ് മാർക്കറ്റിൽ എന്നുള്ളത് നോക്കാം. നാളെ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളത് നോക്കാം. നാളെ നമുക്ക് ഇന്നലെ പറഞ്ഞത് ഇവിടുന്ന് ഇതൊരു ഒരു ഹെഡായി കണ്ടിട്ട് ഇതിനെ ഷോൾഡറായി കണ്ടിട്ട് ഇവിടെ നിന്നൊരു ഷോൾഡർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലോണം മുകളിലോട്ട് പോകുന്നതായിരുന്നു ഇന്നലെ പറഞ്ഞത്. ഇവിടുന്ന് മേലോട്ട് പോകുന്നതായിരുന്നു പറഞ്ഞത്. ഏതായാലും രാവിലെ തന്നെ ഗ്യാപ്പ് ഡൗൺ ആയതുകൊണ്ട് അങ്ങനെയൊരു സംഭവിച്ചില്ല. പക്ഷേ മാർക്കറ്റ് ഇന്നൊരു ഒരു സൈഡിനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു അപ്പ് ആൻഡ് ഡൗൺ സെഗ്മെൻറ്റ് തന്നുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് പോയത്. ഏതായാലും നാളെ എങ്ങനെയാണ് നമുക്ക് ട്രേഡ് എടുക്കാം എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാം. നാളെ ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും അത് പറ്റുമെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ശരിയായി
ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ട്രേഡ് ഇങ്ങനെ എടുക്കാം. അപ്പം ഏതായാലും നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ നാളെ മിക്കവാറും ഞാൻ പറഞ്ഞതുപോലെ ഒരു FIISൻ്റെ തിരിച്ചുവരവൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫ്ലാറ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് 23,000 കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ, ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ആവുന്നതെങ്കിൽ ആ ക്യാൻഡിലിൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ മുകളിലോട്ട് ട്രേഡ് എടുക്കും. ഏതാണ്ട് ഈ ഒരു ലെവൽ കഴിഞ്ഞ് പോയാൽ മാത്രം, ഈ ഒരു ലെവൽ കഴിഞ്ഞ് പോയി, അതായത് 23.80 കാരണം ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡൗൺ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കയറിപ്പോയാൽ മാത്രം ഞാൻ ഇവിടെ വെച്ചിട്ട് ഒരു C ബൈ ചെയ്യുകയും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യും. ഇവിടുന്ന് മേലോട്ട് പോവുകയാണെങ്കിൽ സൂചന ഇവിടുന്ന് ഒരു C ബൈ ചെയ്യുകയും ഇവിടെ കൊണ്ടുപോയി സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയാണ് അത് ഇവിടെ വരെ 23,240 വരെ ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. കാരണം പിന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ എടുക്കുമ്പോൾ നമ്മുടെ പ്രൈസിൻ്റെ പ്രീമിയത്തിലൊക്കെ മാറ്റം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് മിക്കവാറും എക്സിറ്റ് അടിക്കും. ഇനി അതല്ല ഒരു ഗ്യാപ്പ് അപ്പാണ് തരുന്നതെങ്കിൽ, ഇവിടെ ഗ്യാപ്പ് അപ്പാണ് നാളെ മാർക്കറ്റ് തരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ഒരു P ബൈ ചെയ്യുകയും മാർക്കറ്റ് ഏതാണ്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ 22,900 ഒരു സ്ട്രോങ് ലെവലായിട്ട് നമുക്ക് കിടക്കുന്നുണ്ട്. 22,900 വെച്ചിട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ 2 മെത്തേഡുകൾ മാത്രമാണ് ഇപ്പം ഞാൻ നാളെ നിഫ്റ്റിയിൽ പരീക്ഷിക്കാൻ നിൽക്കുന്നത്. നിങ്ങൾക്കും ഏതാണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതുവരെ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച, ഇന്നലെ ഒരു ദിവസം മാത്രമാണ് നമ്മൾ പറഞ്ഞതിന് ചെറിയൊരു മാറ്റത്തിൽ എങ്കിലും ഞാൻ പറഞ്ഞു 22,800 എന്നുള്ളത് സ്ട്രോങ് ലെവലാണ്. ഇവിടുന്ന് ബൈ ചെയ്യുന്നവർക്ക് നല്ലൊരു മുന്നേറ്റം മാർക്കറ്റ് തരും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഈ നമ്മുടെ ലെവലുകളൊക്കെ കടന്നുകൊണ്ട് മാർക്കറ്റ് വരുന്നുണ്ട് 22,750. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 3 ലെവലുകളാണ് വരച്ച് വെച്ചത്. അത് കൃത്യമായിട്ട് എല്ലാവരും നോക്കുക. 22,750, 23,000, 23,250. അപ്പോൾ നമ്മുടെ ഗ്യാപ്പ് അപ്പിൻ്റെയും ഗ്യാപ്പ് ഡൗണിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ച്, അല്ലെങ്കിൽ നാളെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്, പ്രീ മാർക്കറ്റ് ഓപ്പണിങ്ങിനനുസരിച്ചിട്ടുണ്ടായിരിക്കും മാർക്കറ്റിൻ്റെ ഗതിവിഗതികൾ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വെച്ചിട്ട് നാളെ ട്രേഡ് എടുക്കാം. പിന്നെ സെൻസെക്സിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സെൻസെക്സിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമുക്ക് പരീക്ഷിക്കാനുള്ളത്. ഏതാണ്ട് ഇന്ന് സെൻസെക്സ് 57 പോയിൻ്റ് ക്ലോസ് ചെയ്തപ്പം അപ്പായിട്ടാണ് 57 പോയിൻ്റാണ് കാണിക്കുന്നത്. അപ്പം സെൻസെക്സിൽ നമുക്ക് 3 ലെവലുകളാണുള്ളത്. 76,600, അതുപോലെ തന്നെ 76,000, 75,400 ഈ 3 ലെവലുകളാണ് നമ്മൾ സെൻസെക്സിൽ നാളെ ശ്രദ്ധിക്കേണ്ടത്. ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഏതാണ്ട് ഈ ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുകളിലോട്ട് നമ്മൾ ട്രേഡ് എടുക്കേണ്ടതുള്ളൂ. ഈ ഒരു ലെവൽ ഞാൻ നാളെ സെൻസെക്സിൽ കൊടുക്കുന്നില്ല, കാരണം നാളെ സെൻസെക്സ് എക്സ്പയറി ആണ്. അപ്പോൾ ഈ ഒരു ലെവൽ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നാളെ ട്രേഡ് എടുക്കേണ്ടതുള്ളൂ. എടുക്കുകയാണെങ്കിൽ തന്നെ അതും നല്ല വോളിയമുള്ള, നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ലോട്ടിൽ പോയിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. നാളെ മാക്സിമം സെൻസെക്സിൽ ട്രേഡിങ് ഒഴിവാക്കുക, അതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് അതുപോലെ തന്നെ ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തി. എന്താണ്, മാർക്കറ്റിൻ്റെ തിരിച്ചുവരവ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ തിരിച്ചുവരവുണ്ട്. മാർക്കറ്റ് ഇന്നിപ്പോൾ ഏറ്റവും ലോയിൽ നിഫ്റ്റിയിലാണെങ്കിൽ 23,750 വരെ മാർക്കറ്റ് എത്തി. അത് ഈ മാസത്തെ ഈ വർഷത്തെ തന്നെ പറയാം. കഴിഞ്ഞ വർഷമാണ് ഈ ഒരു ലെവലിൽ എത്തിയത്. ഈ വർഷത്തെ തന്നെ ഏറ്റവും ലോ ലെവലാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ളൊരു സൂചനകളായിട്ട് തന്നെ ഓയിൽ ആൻഡ് എക്സ്പ്ലോറേഷൻ, റിഫൈനറീസ് മേഖലകളിലൊക്കെയുള്ള ഒരു മുന്നേറ്റത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നാളെ എന്താണ് മാർക്കറ്റ് ആയാലും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ച്.